ഹായ് ഡിയേഴ്സ്, ക്ലാസ് 4 മാത്സ് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഓക്കെ, ആക്ടിവിറ്റി 1. ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് കെയിം ടു വാച്ച് ദ കോമ്പറ്റീഷൻ. മീരയും കൂട്ടുകാരും മത്സരം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. മെനി കോമ്പറ്റീഷൻസ് ആർ അവൈലബിൾ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്കായി ഒരുപാട് മത്സരങ്ങളുണ്ട്. ഫസ്റ്റ് ഐറ്റം ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് ദേ റീച്ച്ഡ് ദർ. ആദ്യത്തെ മത്സരം എന്താണ്? ചിത്രം വരയ്ക്കുക. സി വാട്ട് വാസ് റിട്ടൺ ദർ. നോക്കൂ, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? കമോൺ ലെറ്റ്സ് ഡ്രോ എ പിക്ചർ. വരൂ, നമുക്കൊരു ചിത്രം വരക്കാം. അപ്പോൾ എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. സർക്കിളും റെക്റ്റാങ്കിളും യൂസ് ചെയ്തിട്ട് ഒരു പിക്ചർ വരക്കുക. അപ്പോൾ നിങ്ങളും സർക്കിളും റെക്റ്റാങ്കിളും യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പിക്ചർ വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു പിക്ചർ വരച്ചിരിക്കുന്നുണ്ട്. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ. നിങ്ങൾ വരച്ച ഈ പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾസ് ആണ് ഉള്ളത്? ഞാനിവിടെ വരച്ചിരിക്കുന്ന പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? ചതുരങ്ങൾ എത്ര ഉണ്ട്? 4 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുട്ട് എ എക്സ് മാർക്ക് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെക്റ്റാങ്കിൾ. അതായത് ഒരു ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തതിന് നേരെയുള്ള ബോക്സിൽ ഇൻറ്റു മാർക്ക് ഇടുക, എക്സ് മാർക്ക് ഇടുക. അപ്പോൾ ഫസ്റ്റ് വൺ വായിക്കാം. ഹാവ് 4 സൈഡ്സ്. ചതുരത്തിന് 4 വശങ്ങളുണ്ടല്ലേ? അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനക്കാണ് ടിക്ക് ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഒരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ? അപ്പോൾ ഇതിന് നമ്മൾക്ക് എക്സ് മാർക്ക് ഇടാൻ പറ്റില്ല. ഹാവ് 4 കോർണേഴ്സ്. 4 മൂലകളുണ്ട്. റെക്റ്റാങ്കിളിന് 4 കോർണേഴ്സ് ഉണ്ടല്ലേ? 4 മൂലകളുണ്ടല്ലോ. അപ്പം അതുമല്ല. നെക്സ്റ്റ് തേർഡ് വൺ എന്താണെന്ന് നോക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. എതിർവശങ്ങൾ തുല്യമല്ല. റെക്റ്റാങ്കിളിൻ്റെ എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലേ? അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? തേർഡ് വൺ അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇവിടെ എക്സ് മാർക്ക് ഇട്ട് കൊടുക്കാം. നാലാമത്തെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇതും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ? അപ്പം ഇതിന് നമ്മൾ എക്സ് മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് എ പിക്ചർ ഡ്രോൺ ബൈ വീണ. ഇവിടെ വീണ വരച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ഇറ്റ്. ഇതിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? 1 2 3. ഇനി ഈ വലിയൊരു റെക്റ്റാങ്കിൾ കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? 4 അല്ലേ? നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് 4. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. കം വിൻ എ പ്രൈസ്. സം ഇൻസ്ട്രക്ഷൻസ് ആർ പ്ലേസ്ഡ് ഓൺ ദ അതർ പാർട്ട് ഓഫ് ദ എക്സിബിഷൻ കൗണ്ടർ. എക്സിബിഷൻ കൗണ്ടറിൻ്റെ മറുഭാഗത്ത് കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നുണ്ട്. ഇഫ് യു റൈറ്റ് ദ നമ്പർ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് യു വിൽ ഗെറ്റ് എ പ്രൈസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. സി ദ ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ് ബൈ മീര. മീരക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് നോക്കൂ. ഫൈൻഡ് ദ നമ്പർ ആൻഡ് റൈറ്റ് ഇച്ച് ഓൺ ദ നമ്പർ സ്ട്രിപ്പ്. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ കണ്ടെത്തി നമ്പർ സ്ട്രിപ്പിൽ എഴുതുക. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 300s, 8 10s, 5000s, 4 1s. അപ്പം എങ്ങനെയാണ് എഴുതുക? ആദ്യം 1000 എഴുതണം അല്ലേ? 5000 ആദ്യം എഴുതുക. 5000. പിന്നെന്താണ്? 300, 8 10s 80 അല്ലേ? 4 1s 4. അപ്പം 5000 + 300 + 80 + 4 എത്രയാണ്? 5384. നെക്സ്റ്റ് എന്താണ്? 4000s 3 10s join to form. 4000ഉം 3 10ഉം കൂടിയാൽ എത്രയാണ് ആവുക? 4000 + 30 അല്ലേ? 3 10s 30 ആണല്ലോ. അപ്പോൾ എത്രയാണ് ആൻസർ? 4030. നെക്സ്റ്റ് ദ നമ്പർ വിത്ത് 25 100 8 10s ആൻഡ് 4 1s. 25 നൂറുകളും 8 പത്തുകളും 4 ഒന്നുകളും കൂടിയാൽ കിട്ടുന്ന നമ്പർ ഏതാണ്? 25 100s കൂടിക്കഴിഞ്ഞാൽ ഏത് നമ്പറാണ് കിട്ടുക? 25 100s. 25 × 100 2500 അല്ലേ? നെക്സ്റ്റ് 8 10s 80, 4 1s 4. അപ്പം മൊത്തം എത്ര കിട്ടും? 2500 + 80 + 4 2584. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 ലെസ് ദാൻ ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറവ്. അപ്പോൾ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 1000 അല്ലേ? അപ്പോൾ 1000ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ ലെസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 1000 - 1 999. നെക്സ്റ്റ് വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് 2160.
2160 കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ്? എ എന്താണ്? 2000s and 6 tens. അപ്പോൾ 2000ഉം 6 tensഉം കൂടിയാൽ 2160 കിട്ടുമോ? ഇല്ല അല്ലേ, 2060 മാത്രമേ ആവൂ അല്ലേ. ഇനി ബി എന്താണ്? 2060 tens. അതെത്രയാണ് കിട്ടുക? 2060 tens. 2000ഉം പിന്നെ 60 tens എത്രയാണ്? 600 അല്ലേ. അപ്പോൾ 2600 ആണ് ആവുക. ഇനി സി എന്താണ്? 2016 tens. 2000ഉം 16 tensഉം അല്ലേ. അപ്പോൾ 2000 പ്ലസ് 16 tens എത്രയാണ്? 160 അല്ലേ. ഇത് രണ്ട് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2160 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. നമ്പർ ഉണ്ടാക്കുക. സി ദ നമ്പർ കാർഡ് സാന്ദ്ര ഗോട്ട്. സാന്ദ്രയ്ക്ക് കിട്ടിയ നമ്പർ കാർഡ് നോക്കൂ. വിച്ച് ഓഫ് ദ നമ്പർ സ്ട്രിപ്പ് ഗിവൺ ഹിയർ വിൽ മേക്ക് ദ നമ്പർ ഓൺ ദ കാർഡ് വിത്ത് സാന്ദ്ര. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നമ്പറുകൾ കൂട്ടിയാലാണ് സാന്ദ്രയുടെ കയ്യിലിരിക്കുന്ന ഈ നമ്പർ കിട്ടുക? അപ്പോൾ സാന്ദ്രയുടെ കയ്യിൽ എത്രയാണുള്ളത്? 6475 അല്ലേ. അപ്പോൾ ഈ 6475 കിട്ടാൻ വേണ്ടി നമ്മൾ ഈ നമ്പർ സ്ട്രിപ്പിൽ ഏതൊക്കെ നമ്പേഴ്സ് എടുക്കേണ്ടി വരും? 6000 വേണം അല്ലേ. പിന്നെ എത്രയാണ്? 400 വേണ്ടേ. അപ്പോൾ 400. നെക്സ്റ്റ് പിന്നെന്താണ്? ടെൻസിൻ്റെ പ്ലേസിൽ എത്രയാണ്? 7 അല്ലേ ഉള്ളത്. അപ്പോൾ 70 ആണ് വേണ്ടത്. 70 എവിടെയുണ്ട്? 70 അല്ലേ. 70. നെക്സ്റ്റ് 5. അപ്പോൾ എത്രയൊക്കെ വരും ഇവിടെ? 6475. നെക്സ്റ്റ് ബി, റൈറ്റ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഗിവൺ നമ്പർ സ്ട്രിപ്പ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പർ സ്ട്രിപ്പിൽ ഇതിൽ നിന്ന് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് 4-digit നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ലാർജസ്റ്റ് 4-digit നമ്പർ? മാക്സിമം എടുക്കാൻ പറ്റുന്നത് 1000 എടുക്കാൻ പറ്റുന്നത് 9000 ആണ് അല്ലേ. അപ്പോൾ 9000 എടുക്കുക. പിന്നെ 100 ഏതാണ് ഏറ്റവും വലിയ? 100 വരുന്നത് 800 അല്ലേ. 900 ഇല്ല. അപ്പോൾ 800 എടുക്കാം. നെക്സ്റ്റ് ടെൻസ് എത്രയാണ് വരുന്നത്? 90 ഉണ്ടല്ലേ. അപ്പോൾ 90 തന്നെ എടുക്കാം. നെക്സ്റ്റ് വൺസിൽ മാക്സിമം ഏറ്റവും വലുത് വരുന്നത് വൺസിൽ 6, 5, 4 ആണുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് 6 ആണ്. അപ്പോൾ 6 എടുക്കാം. അപ്പോൾ ഈ സ്ട്രിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഏത് നമ്പറാണ് ഉണ്ടാക്കാൻ പറ്റുക? 9000 പ്ലസ് 800 പ്ലസ് 90 പ്ലസ് 6 എത്രയാണ് കിട്ടുക? 6, 9, 8, 9 അല്ലേ. 9896. അപ്പോൾ റൈറ്റ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഗിവൺ നമ്പർ സ്ട്രിപ്പ്. ഈ നമ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് 4-digit നമ്പർ ഏത് കിട്ടി? 9896. ഓക്കെ. നെക്സ്റ്റ് വൺ, ടേക്ക് എ ബീഡ് ഫ്രം ദ 1000 പ്ലേസ് ഓൺ ദ അബാക്കസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ 10th പ്ലേസ്. വിച്ച് ഈസ് ദ നമ്പർ ഗോട്ട് നൗ. ഇവിടെ ഈ അബാക്കസിൻ്റെ 1000 പ്ലേസിൽ നിന്ന് ഒരു ബീഡ് എടുത്തിട്ട് എവിടെ ഇടുക? 10th പ്ലേസിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഏതായിരിക്കും കിട്ടുക? ഇവിടെ 4 മാറിയിട്ട് എത്രയാകും? 4 വേണ്ട അല്ലേ. 4 മാറിയിട്ട് 3 ആകുമല്ലോ. അപ്പോൾ 3010. 3010 ആണ് കിട്ടുക. 3010. നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ നമ്പർ യു ഗോട്ട് നൗ. ആദ്യത്തെ ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ നമ്പർ കുറച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ അബാക്കസിലുള്ള നമ്പർ എത്രയാണ്? 4000 അല്ലേ. അപ്പോൾ 4000 മൈനസ് ഇപ്പോൾ കിട്ടിയ നമ്പർ എത്രയാണ്? 3010. ഇത് മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 990. ഡിഫറൻസ് എത്രയാണ്? 990. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 5083. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് 5083? ഓപ്ഷൻ 3 അല്ലേ. 5083. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഹൗ മെനി എത്ര ചിൽഡ്രൻ ആർ ലൈൻഡ് അപ്പ് ടു ബൈ ടിക്കറ്റ്സ് ഫോർ എൻ എക്സിബിഷൻ. കുട്ടികൾ വരിവരിയായി നിൽക്കുകയാണ് എക്സിബിഷനിലുള്ള ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി. മീരാസ് പൊസിഷൻ ഈസ് 13th ഫ്രം ബോത്ത് ദ എൻഡ്സ്. മീരയുടെ സ്ഥാനം എവിടെയാണ്? 13ാമതാണ്. ഫ്രം ബോത്ത് ദ എൻഡ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റിൽ നോക്കുമ്പോഴും 13ാമതാണ്, ലാസ്റ്റിൽ നോക്കുമ്പോഴും മീര 13ാമതാണ് നിൽക്കുന്നത്. 13th പൊസിഷനിലാണ് മീര നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് കാണേണ്ടത്? ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ലൈൻ.
അപ്പോൾ എത്ര കുട്ടികൾ ഈ ലൈനിൽ ഉണ്ട് അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കാണാം? ഇവിടെ എന്ത് ക്ലൂ മാത്രമേ തന്നിട്ടുള്ളൂ? മീര നിൽക്കുന്നത് 13th പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റിൽ നോക്കുമ്പോൾ 13th ആണ്, ലാസ്റ്റിൽ നോക്കുമ്പോഴും 13th ആണ്. അപ്പോൾ മീരയുടെ സ്ഥാനം പ്ലേസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇനി മീരയ്ക്ക് മുൻപിൽ എത്ര പേരുണ്ടാകും? 12 സ്റ്റുഡൻസ് ഉണ്ടാകും അല്ലേ? അതായത് 13th ആണല്ലോ മീര നിൽക്കുന്നത്. അപ്പം 12 കഴിഞ്ഞിട്ട് 13th പ്ലേസിലാണ് മീര ഉള്ളത് അല്ലേ? ഇനി പിറകിൽ നിന്ന് എണ്ണിക്കഴിഞ്ഞാലും 13th പൊസിഷനിലാണ്. അപ്പോൾ മീര കഴിഞ്ഞിട്ടും എത്ര കുട്ടികളുണ്ടാകും? 12 സ്റ്റുഡൻസ് ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇവിടെ പിറകിലും 12 വന്നു, മുൻപിലും 12 വന്നു. ഇനി മീര ഇവിടെ ഉണ്ടല്ലോ, മീര ഇവിടെയുണ്ട്. അപ്പം മൊത്തം എത്ര കുട്ടികളുണ്ടാകും? ഈ 12 പ്ലസ് മീര 1 പ്ലസ് ഈ 12 അല്ലേ? അപ്പം 12ഉം 12ഉം കൂട്ടിയാൽ 24, 24ഉം മീരയുടെ 1ഉം. അപ്പോൾ 24 പ്ലസ് 1 എത്രയാണ്? 25. How many children are there in the line? 25 children. Next B. Mitra standing at the beginning of the line got the ticket of number of 2789. What will be the ticket number of Sandra standing at the end? എന്താണ്? മിത്ര എവിടെയാണ് നിൽക്കുന്നത്? ബിഗിനിങ്, വരിയുടെ ആദ്യം നിൽക്കുന്ന മിത്രയാണ്. മിത്രയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 2789 ആണ് മിത്രയുടെ ടിക്കറ്റ് നമ്പർ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്? ഏറ്റവും അവസാനം നിൽക്കുന്ന സാന്ദ്രയുടെ ടിക്കറ്റ് നമ്പർ എത്രയായിരിക്കും? എളുപ്പമാണല്ലേ കാണാൻ വേണ്ടി. അപ്പം വരിയിൽ മൊത്തം കുട്ടികൾ 25 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പം ആദ്യം നിൽക്കുന്ന മിത്രയുടെ നമ്പർ 2789 ആണ്. ഇനി ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന സാന്ദ്രയുടെ നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? 25 ആഡ് ചെയ്യണ്ട, മിത്രയെ കുറക്കണമല്ലോ. മിത്രയുടെ നമ്പർ 2789 ആണ് അല്ലേ ടിക്കറ്റ് നമ്പർ. അപ്പോൾ ഈ നമ്പർ കൂട്ടണ്ട, ഇനി 24 മാത്രമേ കൂട്ടണ്ടൂ അല്ലേ സാന്ദ്രയുടേത് കിട്ടാൻ വേണ്ടി. അപ്പോൾ പ്ലസ് 24, 2813. വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്? ഏറ്റവും അവസാനം നിൽക്കുന്ന സാന്ദ്രയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 2813. നെക്സ്റ്റ് സി. ടിക്കറ്റ്സ് കോസ്റ്റ് ഈസ് 2500 rupees. ടിക്കറ്റിൻ്റെ വില എത്രയാണ്? 2500 രൂപയാണ്. ദേ ഹാവ് 500 rupee നോട്ട്സ് ഇൻ ഹാൻഡ്. അവരുടെ കയ്യിൽ 500 രൂപയുടെ നോട്ടുകളാണ് ഉള്ളത്. ഹൗ മെനി നോട്ട്സ് ദേ ഷുഡ് പേ? എത്ര നോട്ടുകളാണ് അവർ കൊടുക്കേണ്ടത്? അപ്പം 2500 ആവാൻ വേണ്ടി എത്ര 500 രൂപയുടെ നോട്ടുകൾ കൂട്ടണം? 5 അല്ലേ? അപ്പം ആൻസർ എത്രയാണ്? 5. സി ദ നമ്പർ കാർഡ്സ് മനു ഹാസ്. മനുയുടെ കയ്യിലുള്ള നമ്പർ കാർഡ്സ് നോക്കൂ. These are to be arranged from the largest to smallest. Put tick mark on the right answer. ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേരെ ടിക്ക് മാർക്ക് ഇവിടെ ഇടുക. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ്? ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഏതാണ്? രണ്ടാമത്തത് അല്ലേ, സെക്കൻഡ് വൺ അല്ലേ. 4863, 4368, 3864, 3648, 3468. നെക്സ്റ്റ് ഈ സി ദ പിക്ചർ പാറ്റേൺ. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ പാറ്റേൺ നോക്കൂ. പുട്ട് ടിക്ക് മാർക്ക് ടു ദ പിക്ചർ വിച്ച് കംസ് നെക്സ്റ്റ്. അടുത്തതായിട്ട് വരുന്ന ഇവിടെ വേണ്ട പിക്ചർ പാറ്റേൺ താഴെയുള്ളതിൽ നിന്ന് ഏതാണ് വേണ്ടത്? അപ്പം ഇവിടെ ഈ കോർണറിലാണ് ഉള്ളത് അല്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഇത് മുകളിലേക്ക് എത്തി അല്ലേ, ഇവിടെ എത്തി. നെക്സ്റ്റ് ഇവിടെ എത്തി അല്ലേ. ഇനി എവിടെയായിരിക്കും വേണ്ടത്? അടുത്തത് നെക്സ്റ്റ് ഈ കോർണറിലായിരിക്കും, ഇവിടെ ആയിരിക്കും വേണ്ടത് അല്ലേ. അപ്പം ഇവിടെ വരുന്നത് ഏതാണ്? ലാസ്റ്റ് വൺ അല്ലേ. അപ്പോൾ ഏതാണ് ടിക്ക് ഇടേണ്ടത്? ഏറ്റവും ലാസ്റ്റ് വണ്ണാണ് അടുത്ത പാറ്റേൺ വരിക. ആക്ടിവിറ്റി 4 കാർ റേസ്. മീര ആൻഡ് മിത്ര സ്റ്റാർട്ടഡ് പ്ലേയിങ് കാർ റേസ് ഓൺ ദ കമ്പ്യൂട്ടർ. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാർ റേസ് കളിക്കുകയാണ്. സീ ദ പോയിൻറ്റ്സ് ദേ ഗോട്ട്. അവർക്ക് കിട്ടിയ പോയിൻറ്റ്സ് നോക്കൂ. മീരയ്ക്ക് റൗണ്ട് 1 എത്ര പോയിൻ്റ് കിട്ടി? 495 കിട്ടി. റൗണ്ട് 2 1805 കിട്ടി. മിത്രയ്ക്ക് എത്രയാണ് കിട്ടിയത്? 515 റൗണ്ട് 1 കിട്ടി. റൗണ്ട് 2 1685 കിട്ടി. ഹൗ മെനി പോയിൻറ്റ്സ് ഡിഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും കിട്ടിയ പോയിൻറ്റ്സ് എത്രയാണ്? മീരയ്ക്ക് എത്രയാണ് കിട്ടിയത്? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. എത്രയാണ് മീരയ്ക്ക് കിട്ടിയത്? 495 പ്ലസ് 1805 10. 1 ഇവിടെ ബാക്കി വരും 10. 1 ഇവിടെ ബാക്കി വരും 12ഉം 1ഉം 13 അല്ലേ. ഇവിടെ 1 2 2300 ആണ് ആർക്ക് കിട്ടിയത്? മീരയ്ക്ക് കിട്ടിയ പോയിൻ്റ്
2300. ഇനി പോയിൻറ്റ്സ് മിത്ര ഗോട്ട്. മിത്രയ്ക്ക് കിട്ടിയ പോയിൻറ്റ്സ് എത്രയാണെന്ന് നോക്കാം. റൗണ്ട് 1ൽ എത്രയാണ്? 515 പ്ലസ് റൗണ്ട് 2ൽ 1685. 0 1 0 1 2 2 2200. അപ്പോൾ മിത്രയ്ക്ക് കിട്ടിയ പോയിൻറ്റ്സ് എത്രയാണ്? 2200 അല്ലേ? മീരയ്ക്ക് കിട്ടിയ പോയിൻറ്റ് 2300 ആണ്. മിത്രയ്ക്ക് കിട്ടിയ പോയിൻറ്റ് 2200 ആണ്. ഹൂ ഗോട്ട് മോർ പോയിൻറ്റ്സ്? ആർക്കാണ് കൂടുതൽ പോയിൻറ്റ് കിട്ടിയത്? മീര അല്ലേ? ഹൗ മച്ച് മോർ? എത്ര കൂടുതലാണ്? 2200നേക്കാൾ എത്ര കൂടുതലാണ് 2300? മൈനസ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയാണ്? 100 കൂടുതലാണ് അല്ലേ? ഇങ്ങനെ കിട്ടുന്നില്ല എന്ത് ചെയ്യുക? 2300 നിന്ന് 2200 മൈനസ് ചെയ്തിട്ട് നോക്കുക. എത്രയാണ് കിട്ടുക? 100 ആണ് കിട്ടുക. ഹൗ മച്ച് മോർ? 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ? ഈ പാറ്റേണിൽ അടുത്ത നമ്പർ ഏതാണ്? ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. താഴെ കൊടുത്തതിന് നമ്പർ കണ്ടെത്തുക. 1000, 1200, 1450, 1750. ഈ നെക്സ്റ്റ് നമ്പറാണ് കാണേണ്ടത്. എങ്ങനെ കാണാം? 1000നോട് 200 ആഡ് ചെയ്യുമ്പോഴാണ് 1200 ആകുന്നത് അല്ലേ? ഇനി 1200നോട് 250 ആഡ് ചെയ്യുമ്പോഴാണ് 1450 ആകുന്നത്. ഇനി ഇതിനോട് 300 ആഡ് ചെയ്യുമ്പോഴാണ് 1750 ആകുന്നത്. അപ്പോൾ നെക്സ്റ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ഫസ്റ്റിൽ 200 ആഡ് ചെയ്തു, നെക്സ്റ്റ് 250 ആഡ് ചെയ്തു, നെക്സ്റ്റ് 300 ആഡ് ചെയ്തു. അപ്പം ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? 350 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 1750 പ്ലസ് 350 എത്രയാണെന്ന് നോക്കാം. 0 10 ബാക്കി 1 11 2 2100 അല്ലേ? അപ്പോൾ ഓപ്ഷനിൽ 2100 ഫോർത്ത് വൺ ആണ് വരുന്നത്. ഫോർത്ത് വൺ 2100 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. എപ്ലൈ എക്യുപ്മെൻറ്റ്സ്. മീര, ദ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി വിത്ത് ടീച്ചേഴ്സ് വെൻറ്റ് ടു പർച്ചേസ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഫോർ ദ സ്കൂൾ. മീരയും സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറിയും കൂടിയിട്ട് സ്പോർട്സ് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ദേ ഹാഡ് 5500 റുപ്പീസ്. അവരുടെ കയ്യിൽ 5500 രൂപയാണുള്ളത്. അപ്പോൾ പ്രൈസ് ലിസ്റ്റ് വില വിവര പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് ബാറ്റിനും ബോളിനും എത്രയാണ്? 1230. ക്യാരം ബോർഡിന് 1300 ആണ് വില. ഷട്ടിൽ ബാറ്റ് കോക്ക് 970. ഹെൽമെറ്റ് 1450. ജേഴ്സി 1050. വോളിബോൾ നെറ്റ് 860. വോളിബോൾ 1099. നിങ്ങൾ എന്താണ് കാണേണ്ടത്? ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ്. ഇനി ഇവർ വാങ്ങിയ സാധനത്തിൻ്റെ ടോട്ടൽ പ്രൈസ് ആണ് കാണേണ്ടത്. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്? ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, ഷട്ടിൽ ബാറ്റ്, കോർക്ക്, ക്യാരം ബോർഡ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ക്രിക്കറ്റ് ബാറ്റ് ബോളിന് എത്രയാണ് പ്രൈസ് വരുന്നത്? 1230. ഇനി ഷട്ടിൽ ബാറ്റ് കോർക്കിന് എത്രയാണ് വില വരുന്നത്? 970. ക്യാരം ബോർഡിന് 1300. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 3500 ആണ് കിട്ടുക. നെക്സ്റ്റ് ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട്. ഇനി അവരുടെ കയ്യിൽ ബാക്കി എത്ര എമൗണ്ട് ഉണ്ട് എന്ന് കാണുക. അതിനെന്ത് ചെയ്യുക? അവരുടെ കയ്യിൽ ആദ്യം ഉണ്ടായത് എത്രയാണ്? 5500 അല്ലേ? അപ്പോൾ ഈ 5500 നിന്ന് എത്ര കുറക്കുക? ഇവർക്ക് എത്ര രൂപയായത്? 3500 ആണ് 3 ഐറ്റംസ് വാങ്ങിയിട്ട് പ്രൈസ് ആയത് അല്ലേ? ക്രിക്കറ്റ് ബാറ്റും ഷട്ടിൽ ബാറ്റും ക്യാരം ബോർഡും ഇതിന് കൂടിയിട്ട് 3500 റുപ്പീസ് ആയി. ഇനി ബാക്കി എത്ര കാണാൻ വേണ്ടി ഇത് മൈനസ് ചെയ്യുക. 0 0 0 2. ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട്. എത്ര രൂപ ബാക്കിയുണ്ട്? 2000 റുപ്പീസ് അല്ലേ? വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ. ഇനി ഇവർക്ക് കൂടുതലായിട്ട് എന്തൊക്കെ വാങ്ങാൻ സാധിക്കും? ഈ 2000 റുപ്പീസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ വാങ്ങാൻ പറ്റും? വോളിബോളും വോളിബോൾ നെറ്റും വാങ്ങാം അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ഓണം. ഭാഗ്യ വിത്ത് ഹെർ പാരൻസ് വെൻറ്റ് ടു ബൈ ഡ്രസ് ഫോർ ഓണം. ഭാഗ്യയും അവളുടെ പാരൻസും കൂടി ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ദേ ഹാഡ് 7000 റുപ്പീസ്. അവരുടെ കയ്യിൽ 7000 റുപ്പീസാണ് ഉള്ളത്. പ്രൈസ് ലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷർട്ടിന് 900 റുപ്പീസ്, പാൻസ് 1050 റുപ്പീസ്, ലാച്ച 1550 റുപ്പീസ്, ചുരിദാർ 1240 റുപ്പീസ്, സാരി 2100 റുപ്പീസ്,
T-shirt 950 rupees. See the dress bought for Bhagya and her brother. ഭാഗ്യയ്ക്കും അവളുടെ ബ്രദറിന് വാങ്ങിയ ഡ്രസ്സ് നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? അതിൻ്റെ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും? ഷർട്ടിന് 900, പാൻസിന് 1050, ലാച്ചക്ക് 1550 അല്ലേ? ഇതൊക്കെ ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? ടോട്ടൽ 3500 ആണ് കിട്ടുന്നത്. ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട്. അപ്പോൾ ബാലൻസ് വരുന്ന എമൗണ്ട് എത്രയായിരിക്കും? എന്ത് ചെയ്യുക? അവരുടെ കയ്യിൽ ഫസ്റ്റിലുണ്ടായത് 7000 ആണ് അല്ലേ? 7000 മൈനസ് എത്രയാണ് ആയത്? 3500. 7000 3500 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 10 5 മൈനസ് ചെയ്താൽ 5. അപ്പോൾ ഇവിടെ ബാക്കി 6 ആയിരിക്കും അല്ലേ? 6 3 മൈനസ് ചെയ്താൽ 3. അപ്പോൾ എത്രയാണ്? 3500 ആണ് ബാലൻസ് ഉള്ളത്. ബാലൻസ് എമൗണ്ട് 3500. ദേ വെൻറ്റ് ടു ബൈ ടീഷർട്ട് ഫോർ ഫാദർ ആൻഡ് സാരി ഫോർ മദർ. അവരെന്ത് ചെയ്തു? അച്ഛന് ടീഷർട്ടും അമ്മക്ക് സാരിയും വാങ്ങി. വിൽ ദ ബാലൻസ് മണി ഈസ് സഫിഷ്യൻറ്റ്. അപ്പോൾ ബാക്കിയുള്ള തുക തികയുമോ? അവരുടെ കയ്യിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത്? 3500 അല്ലേ? അപ്പം സാരിക്ക് എത്രയാണ് റേറ്റ് വില? സാരിക്ക് 2100 റുപ്പീസാണ്. ടീഷർട്ടിന് 950 ആണ്. അപ്പോൾ രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 2100 പ്ലസ് 950. 0 5 9 1 10 3050 ആണ് ആകുന്നത് അല്ലേ? അവരുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 3500 ഉണ്ട്. അപ്പോൾ സഫിഷ്യൻറ്റ്, ഇൻസഫിഷ്യൻറ്റ്, സഫിഷ്യൻ്റ് അല്ലേ? തികയും അല്ലേ? ഓക്കെ നെക്സ്റ്റ് പുതിയ ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.